കഴിഞ്ഞ 7 വർഷക്കാലം ഞാൻ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായി ഇരുന്നിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിൽ 2 മെമ്പറുമായി ഇരുന്നിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ മുസ്ലിം ലീഗിന് വേണ്ടിയല്ലാതെ മറ്റൊരു പണി ഞാൻ ചെയ്തിട്ടില്ല. ഞാനൊരു പഴയ ഫുട്ബോൾ കളിക്കാരനായിരുന്നു. പ്രിയമൊട്ടാസിന് ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഇവിടെ ഈ നമ്മുടെ കോഴിക്കോട് വന്ന് നാജി ട്രോഫികൾ കളിച്ചിരുന്ന സമയത്ത് അത് കഴിഞ്ഞ് നേരെ വന്നത് നിലമ്പൂർ 1995 പ്രിയമൊട്ടാസിൽ നിന്ന് രാജിവെച്ച് പോന്നിട്ട് നേരെ വന്ന് അവിടെ പഞ്ചായത്ത് മെമ്പറാകുക. രാഷ്ട്രീയം പറയാത്തിരിക്കും. ചെറുപ്പത്തിൽ MSFന്റെ രൂപത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ രംഗത്ത് മാറി 17 വർഷം ഫുട്ബോൾ കളിച്ചിരുന്ന കാലത്തുള്ള ആ തെക്കൂട്ടത്തോട് കൂടിയിട്ടുള്ള അതേ രൂപത്തിൽ തന്നെയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. രാഷ്ട്രീയത്തിലിറങ്ങിയപ്പോ എനിക്ക് എന്റെ സ്വഭാവമായിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് പറയാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് പാർട്ടിയുടെ വേദിയിൽ മുസ്ലിം ലീഗിന്റെ ഓഫീസുകളിൽ വെച്ച് ഞാൻ പറയുന്നത് മുഴുവൻ ലിഖിതമായി അവിടെയുണ്ട്. എത്ര ആളുകൾ 20 ആൾ കൂടി കഴിഞ്ഞാൽ 19 ആൾക്കാർ അഭിപ്രായമാണെങ്കിൽ 20ാമത്തെ അഭിപ്രായം ഞാൻ പറഞ്ഞാൽ അത് അവിടെ ചേർത്തി ചരിത്രം പറയാനുണ്ട്. അവിടെ മാത്രമേ പറയൂ, പുറത്തു പറയില്ല. പക്ഷേ മുസ്ലിം ലീഗിന്റെ എല്ലാ പ്രവർത്തകരെയും അടിയറവ് വെച്ചുകൊണ്ട് ആര്യാർക്ക് സുജൂദ് ചെയ്താലേ ഇവിടെ മുസ്ലിം ലീഗിന് നിലനിൽപ്പുള്ളൂ, ഞങ്ങൾക്ക് ജയിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നോട് നേരിട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞതാണ്. അത് പ്രതിഷേധിക്കാതിരിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ തവണത്തെ മഞ്ചേരിയിലെയും കുറ്റിപ്പുറത്തെയും തിരൂരിലെയും മംഗളയിലെയും പരാജയം ഈ ആര്യാരുടെ ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടുണ്ടായതാണ് എന്ന് പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിൽ തോൽപ്പിക്കാൻ ഒരാൾ വിചാരിച്ചാൽ സാധിക്കുമെങ്കിൽ ആ മരമല്ലേ ആദ്യം വെട്ടേണ്ടത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരിൽ ആ MLA-ക്കെതിരിലല്ലേ നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന് സമ്മതിക്കില്ല. ഇങ്ങനെ പേടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. എന്റെ സ്വഭാവം അറിയുന്ന എന്റെ നിലമ്പൂരിലെ ഞാനൊരു പോക്കിരിയൊന്നല്ല, PV ഹംസ പറഞ്ഞ പാവംശയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആത്മാഭിമാനമുള്ള നമ്മുടെ ചെറുപ്പക്കാർക്ക് യൂത്ത് ലീഗിന്റെ MSFന്റെ പ്രവർത്തകർ നമ്മളെ കണ്ടിട്ട് വേണം രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരാൻ. ആർക്കെങ്കിലും വിടുപണി ചെയ്തുകൊണ്ട് ഏത് പൊസിഷനാണ് വേണ്ടത്? MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും ലഭിക്കാൻ വേണ്ടി നമ്മുടെ പ്രവർത്തകരെ പാൽപോസ്റ്റ് ഒട്ടിക്കുന്ന, സിന്ദാബാദ് വിളിക്കുന്ന, അടികൊള്ളുന്ന, വെയിലത്ത് പോകുന്ന, വേർക്കുന്ന ഈ പ്രവർത്തകരെ അടിയറവ് വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലിരിക്കുന്നിടത്തോളം സാധിക്കില്ല എന്ന് തുറന്നു പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ഇതിന് പിന്തുണയും സർവശക്തന്റെ പിന്തുണയാണ് ഇതിനുണ്ടാവുക. സത്യം, നീതി നമ്മുടെ കയ്യിലാണ്. അത് മുറുകെ പിടിച്ചു പോയി കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല. എന്നെ മുമ്പ് പറഞ്ഞിരുന്നത് എന്റെ സഹോദരൻ തന്നെ എന്നെ വിളിച്ചിരുന്നത് റഹീം സാഹിബിനോട് പറയാണ്, ഈ ആരെ PTA റഹീമ. ഞാൻ എന്ത് പറഞ്ഞാലും എന്നോടല്ലേ ഈ ഒരു PTA റഹീമ, അവിടുത്തെ നിലമ്പൂരിലൊരു PTA റഹീമ. അപ്പൊ എനിക്ക് ഈ സാധനത്തിന് അറിയില്ല. സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണാം. വലിയ വിധത്തിൽ പുലിയാണല്ലോ ഇത് എന്നുള്ള നിലയ്ക്കാൻ വന്ന് നോക്കുമ്പോ ഇത്ര ഒരു പാവം മനുഷ്യൻ. അപ്പൊ എനിക്ക് ചേട്ടൻ ഒന്ന് ഫോൺ ചെയ്ത് സംസാരിക്കണം എന്ന് തോന്നിയപ്പോ ഞാൻ വിചാരിച്ചു PTA റഹീമിനോട് ഇപ്പൊ ഞാൻ ഫോൺ ചെയ്ത് ഇയാൾ എന്തെന്നെ കുറിച്ച് ധരിക്കുക, ആരോടവൻ എന്തെങ്കിലും ധരിക്കോ? ഏതായാലും ഫോൺ ചെയ്തു. വളരെ സൗമ്യമായി എന്നോട് ഒരു പരിചയമില്ലാത്ത ആൾ എന്നോട് വളരെ സൗമ്യമായി കാര്യങ്ങൾ ചോദിച്ചു, സംസാരിച്ചു. നമുക്ക് ഇൻഷാ അല്ലാഹ് കാണാമെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് കാണാമെന്ന് പറഞ്ഞു. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നു. ദൈവം നമുക്ക് അതിനുള്ള സന്ദർഭം തന്നു. ആ തന്നത് തീർച്ചയായും വലിയൊരു കൂട്ടായ്മയായിക്കൊണ്ട് നമുക്ക് കേരളത്തിൽ മാത്രമല്ല, കർണാടകയിൽ മാത്രമല്ല, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, എല്ലാ ന്യൂനപക്ഷങ്ങളും എവിടെയൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ടോ അവിടെ മുഴുവൻ പടർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.